മാധ്യമപ്രവർത്തകരോട് വീണ്ടും തട്ടിക്കയറി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് വിളിച്ച് പരിഹാസം. മറ്റാരോടെങ്കിലും അച്ചാരം വാങ്ങി ഇവിടെ വന്ന് ചോദിക്കരുതെന്നും കെ സുരേന്ദ്രൻ. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതല്ലേ, ചുമരിന് കുത്തി സ്വന്തം ഭാര്യ ഇടിക്കുന്നത് കാണാത്തത് ആരാ അവിടെ ഉള്ളത്? നിങ്ങൾ ഈ മാപ്രകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് പറയാം? പേരെവിടെ എല്ലാവർക്കും അറിയാം. പേരെവിടെ എല്ലാവർക്കും അറിയാം. പേരൊക്കെ ഇവിടെ ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്കകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ഭാര്യയെ ചുമരിനിട്ട് ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ അവർ വീണതും അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് അത് ചോദിക്കണ്ട. നിങ്ങൾ അവിടുന്ന് വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭീഷണി വേണ്ട. ആരോപണം അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ തേടണം. കൂടുതൽ വിവരങ്ങളുമായി വി.എസ്. അനു ചേരുന്നു. അനു, കെ സുരേന്ദ്രന്റെ മാധ്യമ വിരോധം ഓരോ ദിവസവും കൂടുകയാണല്ലേ? ലക്ഷ്മി, ഇന്ന് മധു മുല്ലശ്ശേരിക്ക് ബി.ജെ.പിയിലേക്കുള്ള അംഗത്വം നൽകുന്ന ചടങ്ങിനിടെയാണ് ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരുമായി ഒരു വാക്കേറ്റത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ സാഹചര്യം, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയ ബിപിൻ സി ബാബുവിനെതിരെ പോലീസ് ഗാർഹിക പീഡനത്തിന് പരാതിയിൽ കേസെടുത്തിരുന്നു. ഇത് 2 വർഷം മുമ്പുള്ള പരാതിയാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ 2 മന്ത്രിമാർക്കെതിരെ ഗാർഹിക പീഡന പരാതിയുണ്ട് എങ്കിൽ അതിൽ കേസെടുക്കണ്ടേ എന്ന് അദ്ദേഹം ഈ ആദ്യ ആമുഖമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഈ മെമ്പർഷിപ്പ് കൊടുക്കലടക്കമുള്ള പരിപാടി കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു. താങ്കൾ നേരത്തെ പറഞ്ഞു 2 മന്ത്രിമാർക്കെതിരെ ഗാർഹിക പീഡന പരാതി ഉണ്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ നൽകാൻ കഴിയുമോ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ തരത്തിൽ തിരികെ മാധ്യമപ്രവർത്തകരെ മാപ്ര എന്ന് വിളിച്ചുകൊണ്ടും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അച്ചാരം വാങ്ങിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. നേരത്തെയും സമാനമായ രീതിയിൽ അതായത് ബി.ജെ.പിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുകൂടാതെ തന്നെ പാലക്കാട് തോൽവി ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുമെന്ന് പോലും പറഞ്ഞ സാഹചര്യമുണ്ട്. ഏതായാലും അതിനുശേഷം പിന്നീട് വി രാജ് ഉൾപ്പെടെയുള്ള അടുത്തുണ്ടായിരുന്ന നേതാക്കൾ ഉൾപ്പെടെ ആ വിഷയം മാറ്റിക്കൊണ്ട് പോവുകയായിരുന്നു അല്പസമയം മുമ്പ് ഉണ്ടായത്. ലക്ഷ്മി, അനു, കൃത്യമായി എന്ത് വിഷയമാണ് കെ സുരേന്ദ്രനെ പ്രകോപിപ്പിക്കുന്നത്? ഓരോ ദിവസവും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് വാക്കേറ്റം നടത്തുന്നത്, അവരോട് തട്ടിക്കയറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിലൊന്നും തന്നെ ബി.ജെ.പിയെ വല്ലാതെ തരത്തിൽ ആക്രമിക്കുകയോ അതിനകത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെ വലിയ തോതിൽ വാർത്തകളായി വന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ എന്താണ് അദ്ദേഹത്തെ ഈ തരത്തിൽ പ്രകോപിപ്പിക്കുന്നത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്മിറ്റികളിൽ പോലും വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നതാണ് ഒരു പക്ഷേ കെ സുരേന്ദ്രനെ പ്രകോപിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ മാറണം എന്നുള്ള ആവശ്യം ബി.ജെ.പിയിൽ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നു. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ സുരേന്ദ്രനെ ഈ രീതിയിൽ പ്രകോപിതനാക്കുന്നത്. ലക്ഷ്മി, പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൂടി അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളുടെ നേർക്ക് തീർക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഓരോ ദിവസവും അദ്ദേഹത്തിന് മാധ്യമങ്ങളോടുള്ള സമീപനം വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. തട്ടിക്കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു. ഇന്ന് അത്യധികം വലിയ പരിഹാസമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഉയർത്തുന്നത്. മാപ്രകൾ എന്ന് വിളിച്ച് പരിഹസിച്ചിരിക്കുകയാണ്. വി.എസ്. അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.